ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. ഏകദേശം ഒരുവിധം എല്ലാ ഇംഗ്ലീഷിൽ നിന്നും മാത്സിൽ നിന്നും ഒഴിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്നെല്ലാം ഞാൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ചോദ്യം: കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത്? അടിമത്തം, അതിഥി, അജ്ഞാനം, അധിഷ്ഠിതം. അപ്പോൾ ഇതിൽ തെറ്റായി എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അജ്ഞാനം എന്നതാണ് തെറ്റായി എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും എങ്ങനെ എഴുതണ്ടി എന്നുള്ളത് ഞാൻ ആൻസറിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞായല്ല വരേണ്ടത്, ജായാണ് വരേണ്ടത്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം. ആൻസർ ബി ആണ് ശരിയായ പദം. ആരോഗ ശരീരം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ശരീരം എന്നാണ് അർത്ഥം. കത്തയക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം ഏത്? കത്തയക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ശരിയായ പ്രയോഗം ഏതാണ്? പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേക്ഷകൻ, പ്രേക്ഷിതൻ. ആൻസർ പ്രേക്ഷിതൻ ആണ്. പ്രേക്ഷിതനെയാണ് കത്തയക്കുന്ന ആൾ എന്ന് പറയുന്നത്. അടുത്തത്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ യാദൃച്ഛികം, ബി അതിഥി, സി അനുഗ്രഹീതൻ, ഡി അഞ്ജലി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് സി ആണ്. അടയാളപ്പെടുത്തിയിട്ടില്ല, ശ്രദ്ധിക്കണം. ആൻസർ സി ആണ് വരുന്നത്. അനുഗ്രഹീതനാണ്, ഗ്രഹമല്ല, ഗൃഹീതൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അഞ്ജലി എന്ന് വരുമ്പോൾ ന് ആണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമേ. അതിഥി എന്നെഴുതിയാലും ആ തായല്ല വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? ഓപ്ഷൻ എ വൃക്കാസിര, ബി അധോമഹാസിര, സി വൃക്കാധമനി, ഡി ഊർധ്വമഹാസിര. അപ്പോൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലിനെയാണ് ചോദിച്ചിരിക്കുന്നത്. രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? സി ആണ്, വൃക്കാധമനിയാണ്. ഏതാണ്? വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ പ്ലാസൻഡ, ബി അമ്നിയോട്ടിക് ദ്രവം, സി ഗർഭാശയം, ഡി പൊക്കിൾക്കൊടി. ആൻസർ എ പ്ലാസൻഡയാണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു എന്നാണ് ചോദ്യം. എ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ബി അർണോസ് പാതിരി, സി ബെഞ്ചമിൻ ബെയ്ലി, ഡി ഹെർമൻ ഗുണ്ടൽ. ആൻസർ ബി ആണ്. അർണോസ് പാതിരിയാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി, അയാൾ ആ നിഘണ്ടു പാതിരാത്രി വരെ ഇരുന്നിട്ടാണ് തയ്യാറാക്കിയത് എന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് അർണോസ് പാതിരി എന്ന് കിട്ടും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളെ പറയുന്ന പേര് എന്ത്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഐസോബാർ, ബി ഐസോട്ടോൺ, സി ഐസോട്ടോപ്പ്, ഡി ഉപലോഹങ്ങൾ. ആൻസർ എ ഐസോബാറുകളാണ്. അപ്പോൾ നമ്മൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ എന്താ പറയുക? ഐസോടോപ്പുകൾ എന്നാ പറയുക. മാസ് നമ്പർ ഒരേതാണ് പറഞ്ഞാൽ ഐസോബാറും, ആറ്റോമിക നമ്പർ ഒരേതാണ് പറഞ്ഞാൽ ഐസോടോപ്പുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? ഓപ്ഷൻ എ പാരൻകൈമ, ബി കോളൻ കൈമ, സി ഫ്ലോയം, ഡി സ്ക്ലീറൻ കൈമ. ആൻസർ ഡി സ്ക്ലീറൻ കൈമയാണ് കോശഭിത്തിയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നുണ്ടായ കല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏത്? ഉന്നതമായ വകഭേദമാണ് ചോദിച്ചിരിക്കുന്നത്. എ പീറ്റ്, ബി ലിഗ്നൈറ്റ്, സി ബിറ്റുമിനസ്, ഡി ആന്ത്രാസൈറ്റ്. ആൻസർ ആന്ത്രാസൈറ്റ് ആണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദം എന്ന് പറയുന്നത്.
1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? എ തൃശൂർ, ബി പാലക്കാട്, സി തിരുവനന്തപുരം, ഡി കൊച്ചി. ആൻസർ എ തൃശൂരാണ് 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. വർഷം 1936. സ്ഥലം തൃശൂർ. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എ ഖജുരാജോ ക്ഷേത്രം, ബി കൊണാർക്ക് സൂര്യക്ഷേത്രം, സി ജയ്പൂരിലെ ജന്തർ മന്തർ, ഡി വിക്ടോറിയ ഹാൾ. അപ്പോൾ ആൻസർ എന്താണ്? ബി കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് പറഞ്ഞത് ടാഗോറാണ്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ 10 രൂപ നോട്ടിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ട് സൂര്യക്ഷേത്രത്തിന്റെ ചിത്രമുള്ളത്. അപ്പോൾ 10 രൂപ നോട്ടിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ചിത്രമുള്ളത്. അത് വന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീസയിലാണ് നമ്മുടെ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 10 രൂപ നോട്ടിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ചിത്രമുള്ളത്. അപ്പോൾ ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ടാഗോറാണ് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? എ എറണാകുളം, ബി ഇടുക്കി, സി പാലക്കാട്, ഡി തൃശ്ശൂർ. അപ്പോൾ ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലാണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി. കഥകളിയുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ 2 പാട്ടുകാരും 2 വാദ്യക്കാരുമാണ് കഥകളിയിൽ ഉള്ളത്. ഓപ്ഷൻ ബി പ്രധാന പാട്ടുകാരൻ പൊന്നാനി എന്നും സഹായി ശിങ്കിടി എന്നും അറിയപ്പെടുന്നു. സി പൊന്നാനി ചേങ്ങിലയെയും ശിങ്കിടി ഇലത്താളത്തിനും താളം പിടിക്കുന്നു. ഡി ശിങ്കിടി പാടുന്നത് പൊന്നാനി ഏറ്റുപാടുന്നു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഡി ആണ്. ശിങ്കിടി പാടുന്നത് പൊന്നാനി ഏറ്റുപാടുന്നു എന്നാണ്. നമ്മൾ പറഞ്ഞു ശിങ്കിടി എന്ന് പറയുന്നത് ആരാണ്? പൊന്നാനിയുടെ സഹായിയാണ് ശിങ്കിടി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമുക്കൊരു സഹായിയായി നടക്കുമ്പോൾ അയാൾ ശിങ്കിടി എന്ന് പറയില്ലേ, നമ്മുടെ നമ്പൂതിരിമാരൊക്കെ പറയുന്ന പോലെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ എ മലപ്പുറം, ബി എറണാകുളം, സി തൃശ്ശൂർ, ഡി കോട്ടയം. ആൻസർ സി തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ഏതാണ്? തൃശ്ശൂരാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞു. ഏത് വർഷമാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂരിലാണെന്ന് പറഞ്ഞു. അതേ ഇലക്ട്രിസിറ്റി സമരം നടന്നവിടെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭേദഗതിക്ക് പാർലമെന്റിന്റെ ഇരുസഭയിലെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമുള്ള വിഷയം ഏതാണ്? ഓപ്ഷൻ എ മൗലികാവകാശം, ബി പൗരത്വ നിയമങ്ങൾ, സി സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം, ഡി പുതിയ ജില്ലാ രൂപവൽക്കരണം. ഓപ്ഷൻ എ ആണ് മൗലികാവകാശങ്ങളാണ് ഭേദഗതിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമുള്ള വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ, കാർത്തികപ്പള്ളി മുതൽ പനമരം വരെ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എ കടിഞ്ഞംകുളം കായൽ, ബി പരവൂർ കായൽ, സി കായംകുളം കായൽ, ഡി അഷ്ടമുടി കായൽ. ആൻസർ സി കായംകുളം കായലാണ്. കാർത്തികപ്പള്ളി മുതൽ പനമരം വരെ വ്യാപിച്ചു കിടക്കുന്നത് കായംകുളം കായലാണ്. ഇന്ത്യയിലെ ഏതാനും വൻകിട തുറമുഖങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങൾ ഏതെല്ലാം? 1 കണ്ട്ല തുറമുഖം, 2 നവാസേവ തുറമുഖം, 3 ഹാൽഡിയ തുറമുഖം, 4 പാരദീപ് തുറമുഖം. ഓപ്ഷൻ എ 1, 2, ബി 3, 4, സി 1, 3, ഡി 1, 2. ആൻസർ എ ആണ്. 1, 2 അതായത് കണ്ട്ല തുറമുഖവും നവാസേവ തുറമുഖവുമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം കണ്ട്ല എവിടെയുള്ളത്? ഗുജറാത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അത് പടിഞ്ഞാറൻ ഭാഗത്താണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മണിയാർ, ബി കുളത്തൂർ, സി കൂത്തങ്കൽ, ഡി ഉള്ളങ്കൽ. ആൻസർ എ മണിയാറാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ ആദ്യ കായിക താരമാരാണ്? ഓപ്ഷൻ എ സുശീൽ കുമാർ, ബി PV സിന്ധു, സി നോർമൽ പ്രിച്ചാർഡ്, ഡി സാക്ഷി മാലിക്. ഓപ്ഷൻ എ സുശീൽ കുമാറാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ താരം. സംസ്ഥാന സവിശേഷ ദുരന്തങ്ങളായി പ്രഖ്യാപിച്ച ഇനങ്ങൾ ഏതെല്ലാം? 1 തീരശോഷണം, 2 ഇടിമിന്നൽ, 3 ശക്തമായ കാറ്റ്, 4 കുഴലീകൃത മണ്ണൊലിപ്പ്. ഓപ്ഷൻ എ 1 ഉം 4 തീരശോഷണവും കുഴലീകൃത മണ്ണൊലിപ്പും. ഓപ്ഷൻ ബി 2 ഉം 3 ഇടിമിന്നലും ശക്തമായ കാറ്റും. ഓപ്ഷൻ സി 1 ഉം 2 ഉം 3 ഉം 4 തീരശോഷണം, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ്. ഓപ്ഷൻ ഡി 2 ഉം 3 ഉം 4 ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ്. ആൻസർ സി ആണ് 1 ഉം 2 ഉം 3 ഉം 4 തീരശോഷണം, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ്. താഴെ തന്നിട്ടുള്ളവയിൽ ജലത്തിന്റെ പോളാർ സ്വഭാവം മൂലമുള്ള പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത് എന്ത്? ഓപ്ഷൻ എ ജലത്തിന്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം, ബി മോളിക്കുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കുന്നു, സി pH മൂല്യം 7 ആയിരിക്കുന്നു, ഡി അനേകം സംയുക്തങ്ങളെ ലയിപ്പിക്കുന്നു. അപ്പോൾ ഈ പോളാർ സ്വഭാവം മൂലമുള്ള പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സി ആണ്, pH മൂല്യം 7 ആയിരിക്കുന്നു എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ എ കണ്ണൂർ, ബി എറണാകുളം, സി തലശ്ശേരി, ഡി മലപ്പുറം. ആൻസർ ബി എറണാകുളത്ത് വെച്ചാണ് 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എറണാകുളത്ത് വെച്ചാണ്. ഏത് സ്ഥാപനത്തെ പറ്റി പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള സംവിധാനമാണ് ഫോർ ദി പീപ്പിൾ? ഓപ്ഷൻ എ പഞ്ചായത്തുകളെയും നഗരസഭകളെയും കുറിച്ച്, ബി വില്ലേജ് ഓഫീസുകളെ കുറിച്ച്, സി താലൂക്ക് ഓഫീസുകളെ കുറിച്ച്, ഡി പൊതുവിതരണ ശൃംഖലയെക്കുറിച്ച്. ആൻസർ എ പഞ്ചായത്തുകളെയും നഗരസഭകളെയും കുറിച്ച് പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള സംവിധാനമാണ് ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്നത്. മാപ്പിള കലാപങ്ങളും ശരിയായ വിവരങ്ങളും ഏവ? 1 19-ാം നൂറ്റാണ്ടിലാണ് മാപ്പിള കലാപങ്ങൾ നടന്നത്. 2 തെക്കേ മലബാർ ആയിരുന്നു കലാപത്തിന്റെ കേന്ദ്രം. 3 ജന്മിമാരുടെ കുടിയൊഴിപ്പിക്കൽ നടപടികളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 4 ബ്രിട്ടീഷുകാർ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിച്ചില്ല. ഓപ്ഷൻ എ പ്രസ്താവനകൾ എല്ലാം ശരി, ബി 1 ഉം 2 ഉം മാത്രം ശരി, സി 1 ഉം 2 ഉം 3 ഉം ശരി, ഡി 1 ഉം 2 ഉം 4 ഉം ശരി. ആൻസർ സി 1 ഉം 2 ഉം 3 ഉം മാത്രമാണ് ശരി. ഏതൊക്കെയാണ്? 1 19-ാം നൂറ്റാണ്ടിലാണ് മാപ്പിള കലാപങ്ങൾ നടന്നത് എന്നത് ശരിയാണ്. 2 തെക്കേ മലബാറിലായിരുന്നു കലാപത്തിന്റെ കേന്ദ്രം എന്നത് ശരിയാണ്. 3 ജന്മിമാരുടെ കുടിയൊഴിപ്പിക്കൽ നടപടികളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം എന്നതും ശരിയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിച്ചില്ല എന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മഹാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഗോൾഡൻ ഹൈവേ, ബി ഡയമണ്ട് ഹൈവേ, സി ഗതിമാൻ സൂപ്പർ ഹൈവേ, ഡി സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ആണ് ഇന്ത്യയിലെ മഹാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് പറയുന്ന പേര്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതികളെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ പേരാണ് പദ്ധതിയിൽ നൽകിയിരിക്കുന്നത്, ബി 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്, സി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം, ഡി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ ആകില്ല. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഡി ആണ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യാനാകില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ചെയ്യാനാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ പേരാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത്, നഗര തൊഴിലുറപ്പാണ്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ അനുച്ഛേദം 243A പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? എ ഗ്രാമപഞ്ചായത്ത്, ബി ഗ്രാമസഭ, സി ബ്ലോക്ക് പഞ്ചായത്ത്,
ഡി നഗരപാലികാ സ്ഥാപനങ്ങൾ. ഭരണഘടനയുടെ അനുച്ഛേദം 243A പ്രതിപാദിക്കുന്ന വിഷയം ഗ്രാമസഭകളെ പറ്റിയാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതാനും ഉപകരണങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. 1 ഡിജിറ്റൽ ക്യാമറ, 2 പ്ലോട്ടർ, 3 പ്രിന്റർ, 4 സ്കാനർ. ഇവയിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാം? എ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി 3ഉം 4ഉം, ഡി 1ഉം 2ഉം 3ഉം. ആൻസർ ബി 2ഉം 3ഉമാണ്. പ്ലോട്ടറും പ്രിന്ററുമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്നതും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ചു നൽകുന്നതിനെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഉപകരണങ്ങളിലെ പ്രധാന ഉപകരണമാണ് മോണിറ്റർ. അതുപോലെ ഇൻപുട്ട് ഉപകരണങ്ങളിലെ പ്രധാന ഉപകരണമാണ് കീബോർഡ് ആൻഡ് മൗസ് എന്ന് പറയുന്നത്. അടുത്തത്, കമ്പ്യൂട്ടർ ഫയലുകളെ സിപ്പിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത്? എ ഡാറ്റ സ്റ്റോറേജ്, ബി കംപ്രഷൻ, സി ഡാറ്റ വിനിമയം, ഡി ഫയൽ ട്രാൻസ്ഫർ. ആൻസർ ബി കംപ്രഷൻ ആണ് കമ്പ്യൂട്ടർ ഫയലുകളെ സ്ട്രിപ്പിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം ഏത്? എ ഫിഷിംഗ്, ബി ക്രാക്കിംഗ്, സി സൈബർ സ്റ്റോക്കിംഗ്, ഡി സൈബർ സ്കോട്ടിംഗ്. ആൻസർ ഡി സൈബർ സ്കോട്ടിംഗ് ആണ്. സൈബർ സ്കോട്ടിംഗ് എന്നെന്താണ്? മറ്റൊരാളുടെ എന്തെങ്കിലും വ്യാപാരം മുദ്രയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ലാഭം നേടുക എന്ന ദുരുദ്ദേശത്തോടെ ചെയ്യുന്നതിനെയാണ് ഈ സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥ ബ്രാൻഡിൻ്റെ പേരിൽ വ്യാജമായ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യുക? തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ ഹാക്കർമാർ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി വിലാസങ്ങളും തയ്യാറാക്കി മറ്റുള്ളവരിൽ നിന്ന് പണമിടപാടുകൾ മൂലം പണങ്ങൾ തട്ടിയെടുക്കുന്നതിനെയാണ് സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഉള്ള ഏതെങ്കിലും ബ്രാൻഡഡ് ആയ കമ്പനികളുടെ എന്തിൻ്റെങ്കിലും വ്യാജമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിലൂടെ സെയിൽസ് ഒക്കെ നടത്തുന്ന രീതിയാണത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായവ കണ്ടുപിടിക്കുക. HIV, റെഡ് റിബൺ, സ്ഥാനാർബുദം, പിങ്ക് ബൺ, പ്രമേഹം, നീലവളയം, അൾഷിമേഴ്സ്, പച്ച റിബൺ. ആൻസർ ഡി അൾഷിമേഴ്സ് പച്ച റിബൺ എന്നത് തെറ്റാണ്. HIV-യുടെ റെഡ് റിബൺ തന്നെയാണ്. സ്ഥാനാർബുദത്തിന് പിങ്ക് റിബൺ ആണ്. അതായത് സ്ത്രീകൾക്ക് പിങ്ക് കളറോടാണല്ലോ താല്പര്യം എന്ന നിലയിൽ അത് ഓർത്ത് വെച്ചാൽ മതി. പ്രമേഹത്തിന് നീലവളയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് വർഷമാണ്? എ 1850 മെയ്, ബി 1856 ജൂലൈ, സി 1853 ജൂൺ, ഡി 1854 ഒക്ടോബർ. ആൻസർ ബി 1856 ജൂലൈയിലാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത്. മൊത്തം നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് എന്ത്? മൊത്തം നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ, ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന ചോദ്യം. എ അറ്റ നിക്ഷേപം, ബി അറ്റ വരുമാനം, സി അറ്റ ലാഭം, ഡി അറ്റ ഉൽപ്പന്നം. ആൻസർ എ അറ്റ നിക്ഷേപമാണ് മൊത്തം നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവടുമാറ്റാൻ സർക്കാരിന് ശക്തി പകർന്നിട്ടുള്ള സംരംഭങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൻധൻ അക്കൗണ്ട്, ബി ആധാർ ഉപയോഗിച്ചുള്ള പണമിടപാട് സംവിധാനം, സി ഓൺലൈൻ വായ്പകൾ, ഡി ഇ വാലറ്റ്. ആൻസർ സി ഓൺലൈൻ വായ്പകളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പരസ്യത്തിലും വാർത്തകളിലൊക്കെ ഓൺലൈൻ വായ്പകൾ കാരണം ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനൊരിക്കലും സർക്കാർ എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവടുമാറ്റാൻ സർക്കാരിന് ശക്തി പകർന്നിട്ടുള്ള സംരംഭങ്ങൾ ഏതൊക്കെയാണ്? ജൻധൻ അക്കൗണ്ട്, ആധാർ ഉപയോഗിച്ചുള്ള പണമിടപാട്, ഇ വാലറ്റ് എന്നിവയാണ്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രോഗം ഏത്? എ ഡെങ്കിപ്പനി, ബി എലിപ്പനി, സി ചിക്കൻ ഗുനിയ, ഡി കോളറ. ആൻസർ ബി എലിപ്പനിയാണ്. എലിയുടെ
മൂത്രത്തിലൂടെയും മറ്റും ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രോഗം എലിപ്പനിയാണ്. താഴെ പറയുന്നവയിൽ 2 കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? എ ഇന്ത്യ, ബി ബ്രിട്ടൻ, സി റഷ്യ, ഡി US. ആൻസർ ബി ബ്രിട്ടൻ ആണ്. ബാക്കി ഇന്ത്യ, റഷ്യ, US എന്നിവയെല്ലാം കൃത്രിമോപഗ്രഹങ്ങളെ 2 കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയ രാജ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആര്? എ കേരളം, ബി സർവീസസ്, സി പശ്ചിമ ബംഗാൾ, ഡി മേഘാലയ. ആൻസർ സി പശ്ചിമ ബംഗാളാണ് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? എ രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, സി വിവേക് ജോഷി, ഡി സുബ്രീത് സിംഗ് സന്ധു. ആൻസർ ബി ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? എ ജലജ് സക്സേന, ബി സച്ചിൻ ബേബി, സി സൽമാൻ നിഷാർ, ഡി അക്ഷയ് ചന്ദ്ര. ബി സച്ചിൻ ബേബിയാണ് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിന്റെ റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പോൾ സച്ചിൻ ബേബിയാണ് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിന്റെ റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്തത് 2025 വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത്? എ ദുബായ്, ബി പാരീസ്, സി ലണ്ടൻ, ഡി ഡൽഹി. ആൻസർ എ ദുബായ് ആണ് 2025 വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം? ആൻസർ എ താങ്കൾ, ബി കുട്ടികൾ, സി മിടുക്കർ, ഡി വിദ്യാർത്ഥികൾ. ആൻസർ എ താങ്കളാണ്. അതായത് ബഹുമാനമാണ് എന്ന ഏകവചനവുമായിരിക്കും. അതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ താങ്കളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. താഴെ പറയുന്നവയിൽ നദിയുടെ പര്യായമായി വരുന്ന ശബ്ദം? ധ്വനി, ധുനി, ധനി, രദ്യ. ആൻസർ ബി ധുനിയാണ് നദിയുടെ പര്യായമായി വരുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? എ റാണി ഗൗരി ലക്ഷ്മി ബായ്, ബി റാണി ഗൗരി പാർവതി ബായ്, സി സേതു ലക്ഷ്മി ബായ്, ഡി സേതു പാർവതി ബായ്. ആൻസർ എ റാണി ഗൗരി ലക്ഷ്മി ബായ് ആണ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. റാണി ഗൗരി ലക്ഷ്മി ബായ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏത്? എ ഉത്തരാഖണ്ഡ്, ടിബറ്റ്, ബി ശ്രീനഗർ, കാർഗിൽ, സി ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, ഡി സിക്കിം, ടിബറ്റ്. ആൻസർ സി ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ആണ് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം ഏത്? എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി നബാർഡ്. ആൻസർ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇത് വന്നിട്ട് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി TP ദാർ, ബി 20 പരിപാടി നടപ്പിലാക്കി, സി നബാർഡ് സ്ഥാപിതമായി, ഡി ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ സി നബാർഡ് സ്ഥാപിതമായി എന്നത് തെറ്റാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് പറയുന്നത് TP ദാർ ആണ്. 20 പരിപാടി നടപ്പിലാക്കിയത് ആ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? വൈസ് ചെയർമാനാണ്, ചെയർമാൻ അല്ല. എ ആഭ്യന്തരമന്ത്രി, ബി റവന്യൂ മന്ത്രി, സി ചീഫ് സെക്രട്ടറി, ഡി കൃഷി മന്ത്രി. ആൻസർ ബി റവന്യൂ മന്ത്രിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയെണ്ണമാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നബാർഡ് സ്ഥാപിതമായി എന്നതാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ആണ്.
ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. താഴെ പറയുന്നവയിൽ നദിയുടെ പര്യായമായി വരുന്ന ശബ്ദം ധ്വനിയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. 2025 വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ദുബായ് ആണ്. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ഇന്ത്യയിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ 2 കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ കരസ്ഥമാക്കിയ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ബ്രിട്ടനാണ്. ഉൾപ്പെടുന്നത് ഇന്ത്യ, റഷ്യ, USA എന്നിവയാണ്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രോഗം എലിപ്പനി. പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവട് മാറ്റാൻ സർക്കാരിന് ശക്തി പകർന്നിട്ടുള്ള സംരംഭങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓൺലൈൻ വായ്പകൾ. മൊത്തം നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് അറ്റ നിക്ഷേപം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് വർഷമാണ്? 1856. ചുവടെ പറയുന്നവയിൽ തെറ്റായവ കണ്ടുപിടിക്കുക. അൽഷിമേഴ്സ് പച്ച റിബൺ എന്ന് പറയുന്നത് തെറ്റാണ്. HIV റെഡ്, സ്ഥാനാർബുദം പിങ്ക്, പ്രമേഹം നീല. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനമാണ് സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത്. ഫിഷിങ്ങും സ്കോട്ടിങ്ങും മാറരുത്. കമ്പ്യൂട്ടർ ഫയലുകളുടെ സ്വിപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്നതാണ്? കംപ്രഷനാണ്, ഡാറ്റ കംപ്രഷൻ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതാനും ഉപകരണങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഡിജിറ്റൽ ക്യാമറ, പ്ലോട്ടർ, പ്രിൻ്റർ, സ്കാനർ എന്നിവ. ഇതിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. പ്ലോട്ടറും പ്രിൻ്ററുമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 243A പ്രതിപാദിക്കുന്നത് ഗ്രാമസഭകളെക്കുറിച്ചാണ്. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ ആകില്ല എന്ന് പറയുന്നതാണ്. ഇത് നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ മഹാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് പറയുന്ന പേര് സുവർണ ചതുഷ്കോണം. മാപ്പിള കലാപങ്ങളെപ്പറ്റി ശരിയായ വിവരങ്ങൾ പറയാം. 19ാം നൂറ്റാണ്ടിലാണ് മാപ്പിള കലാപങ്ങൾ നടന്നത്. തെക്കേ മലബാറിലായിരുന്നു കലാപത്തിന്റെ കേന്ദ്രം. ജന്മിമാരുടെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കെതിരെയായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു. തെറ്റായത് ബ്രിട്ടീഷുകാർ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിച്ചില്ല എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഏത് സ്ഥാപനത്തെപ്പറ്റി പൊതുജനങ്ങൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള സംവിധാനമാണ് ഫോർ ദി പീപ്പിൾ? പഞ്ചായത്തുകളും നഗരസഭകളെ പറ്റിയുമാണ്. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വെച്ചാണ്? എറണാകുളത്ത് വെച്ച്. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ പോളാർ സ്വഭാവം മൂലമുള്ള പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? pH മൂല്യം 7 ആയിരിക്കുന്നു എന്നതാണ്. സംസ്ഥാനം സവിശേഷ ദുരന്തങ്ങളായി പ്രഖ്യാപിച്ച ഇനങ്ങൾ ഏതെല്ലാമാണ്? തീരശോഷണം, ഇടിമിന്നൽ, ശക്തമായ കാറ്റ്, കുഴലീകൃത മണ്ണൊലിപ്പ് എന്നിവയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ ആദ്യ കായിക താരമാണ് സുശീൽ കുമാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഇന്ത്യയിലെ ഏതാനും വൻകിട തുറമുഖങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉമാണ്. കണ്ട്ല തുറമുഖം, നവാഷേവ തുറമുഖം. കാർത്തികപ്പള്ളി മുതൽ പനമരം വരെ വ്യാപിച്ചിരിക്കുന്ന കായലാണ് കായംകുളം കായൽ. ഭേദഗതിക്ക് പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമുള്ള വിഷയം ഏതാണ്? മൗലികാവകാശങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂർ. കഥകളിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശിങ്കിടി പാടുന്നതേ പൊന്നാനി ഏറ്റുപാടുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രത്തെക്കുറിച്ചാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രാസൈറ്റ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗം ഒരുപോലെ കട്ടുകൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ്
യെസ്, ക്ലിയറൻ കൈമ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്നത് ഐസോ ബാറുകൾ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻഡ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്ക ധമനി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ആൻസർ സി, അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. കട്ടയക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ വരുന്ന ശരിയായ പദം പ്രേഷിതൻ. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ബി, അരോഗ ശരീരം. രോഗശരീരം എന്നതാണ് അർത്ഥം. രോഗമില്ലാത്ത ശരീരം, രോഗശരീരം. ആരോഗ്യം എന്നല്ല, രോഗശരീരം. കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത്? അജ്ഞാനം എന്നത് തെറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.